മടക്കി വെച്ചിട്ടാണ് ഈ മടക്ക് ഒറ്റ മടക്ക്. അതുപോലെ നമുക്ക് മറ്റേ കൈയും അടിച്ചെടുക്കാം. നമുക്കിതിന് പ്ലീറ്റ് ഇട്ടെടുക്കാം. കൈക്ക് പ്ലീറ്റ് വേണം. അപ്പം നമ്മൾ ഇതിൻ്റെ എൻഡ് ഭാഗം പ്ലീറ്റ് ഇടണ്ട. ഇതിൻ്റെ എൻഡ് ഭാഗം പ്ലീറ്റ് ഇടണ്ട. കാരണം ഇതിൻ്റെ ഇൻസൈഡ് വരുന്ന ഭാഗം പ്ലീറ്റ് ഇടണ്ട. നമുക്ക് ഒരു 2.5 ഇഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന്, ഇതാണ് കൈ. ഇത്രയും മതി. ഇത്രയുമാണ് കൈ വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതും തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മൾ 2 കൈയും ഒരേ അളവിന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മളിതിന് തേച്ചെടുക്കുമ്പോൾ നല്ല പ്ലീറ്റ് നല്ല അടുക്കായിട്ട് ഇരിക്കും കേട്ടോ. പ്ലീറ്റാണ് ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള പ്ലീറ്റാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതിൻ്റെ ബോ തയ്ച്ചെടുക്കാം. ഇതൊക്കെ തയ്ച്ച് ആദ്യം മാറ്റി വെച്ചിട്ട് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം കേട്ടോ. ഈ ബോ തയ്ക്കുമ്പോൾ ബോയ് നമ്മൾ 3 പീസുകൾ വെച്ച് തയ്ച്ചെടുക്കണം ഒരുമിച്ച് കേട്ടോ. നമ്മൾ കട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 3 പീസ് വയ്ക്കുന്നത്. ഒരു ക്യാൻവാസും പേപ്പർ ക്യാൻവാസാണ്, കട്ടിയുള്ള ക്യാൻവാസ് അല്ല, പേപ്പർ ക്യാൻവാസ്. ഈ 3 പീസ് വെച്ച് തയ്ക്കുന്നത് കട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ 2 പീസ് മാത്രം മതി, ക്യാൻവാസ് വേണമെന്നില്ല. അല്ലെങ്കിൽ 1 പീസും ക്യാൻവാസ് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ കട്ടി കുറവായിരുന്നു, നല്ല കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 പീസ് തയ്ക്കുക കണ്ടോ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ക്യാൻവാസിൻ്റെ എൻ്റെ ഭാഗം വെട്ടിക്കളഞ്ഞ് ഒരുപാട് തയ്യൽ തുമ്പിടണ്ട. അതിന് നമുക്ക് നൂത്തെടുക്കാൻ പാടായിരിക്കും. ഇതിൻ്റെ എൻ്റെ കുറച്ച് ദൂരം കുറച്ചിട്ടാൽ മതി, 1/4 ഇഞ്ച് ഇട്ടാൽ മതി, ബാക്കി വെട്ടിക്കളയാം. പിന്നെ നമ്മൾ ഇതിനെ 2നെയും കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ തയ്ക്കണം. ഇങ്ങനെ എല്ലാം മുഴുവനല്ല, ഇതിൻ്റെ പകുതിയായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം, ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോള് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ ഹോളിൽ കൂടെയാണ് നമ്മൾ നൂത്തെടുക്കാനുള്ള, ഈ ഹോളിൽ കൂടെ. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ മിഡിലാക്കുക. ഈ മിഡിലാക്കിയിട്ട് നമ്മൾ ഈ തയ്യൽ തുപ്പ് രണ്ട് ഭാഗത്തേക്ക് അപ്പുറം ഇട്ടിട്ട് ഈ മിഡിൽ ഭാഗത്താക്കിയിട്ട് നമ്മളിവിടെ തയ്ച്ചെടുക്കാം. ഇത് ചെറിയ കുട്ടിക്കായതുകൊണ്ടാണ് ചെറിയ പോലെ കേട്ടോ. വലിയ കുട്ടിക്കാണെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടണം, അത്രയേ ഉള്ളൂ. തയ്ക്കുന്നതല്ല ഒരേപോലെ തന്നെ. കണ്ടോ, ഇത് നമ്മളിങ്ങനെ തയ്ച്ചെടുത്തു കണ്ടോ. ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തു. ഇങ്ങനെയാണ് തയ്ച്ചെടുത്തില്ല കണ്ടോ. ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ കൂടെ നമ്മൾ ഈ പീസിനെ നൂത്തെടുക്കണം. അതായത് ഇവിടെ നിന്ന് പിടിച്ചിട്ട് നമ്മളിങ്ങനെ നൂത്തെടുക്കണം. ഇത് നൂത്ത് എടുക്കണം. ഇത് നമ്മൾ 4 നൂത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോള് ഇങ്ങനെ തന്നെ കിടക്കുവാണ് കേട്ടോ. ഈ ഹോളിങ്ങനെ അടയ്ക്കണ്ട നമ്മൾ, കാരണം എന്നല്ല ഇതിപ്പോൾ പുറത്ത് കണ്ട തയ്യൽ കാണാനില്ല. ഈ 2 സൈഡിൽ തയ്യൽ വരത്തില്ല. അപ്പോൾ ഇവിടെ മാത്രമേ തയ്യൽ വരത്തുള്ളൂ. ഇത് നമുക്ക് സൈഡിൽ അങ്ങ് പോകും കേട്ടോ. ഈ 2 സൈഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ 2 തയ്യലില്ല. അതിന് പകരം ഒറ്റ പീസായിട്ട് ഇവിടെ മാത്രം തയ്ച്ചിട്ട് ഇതിനകത്തൂടെ മടക്കിയെടുത്താണ്. നമുക്കിനി വേണ്ടത് ഇതിൻ്റെ ഒരു വള്ളിയുണ്ടല്ലോ, ഇതിന് ഒരു കെട്ടുണ്ടാകും. ഒരു ബോയ്ക്ക് ഒരു കെട്ടുണ്ടാകും. അതിനാണ് ഇത് ചെറിയ കെട്ട് മതി. ഇത് നമ്മളിതുപോലെ അടിച്ചെടുത്തിട്ട് ഇതേപോലെ കോൺ അടിച്ചെടുക്കണം കേട്ടോ. ഈ കോണ് 2 ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മളിത് ഇവിടെ ഒരു പീസ് ഇട്ടേക്കുവാണ്. ഇവിടെ കുറച്ച് ദൂരം തയ്ക്കാതെ ഇട്ടേക്കുവാണ് കണ്ടോ, ഓപ്പണായിട്ട്. അപ്പോൾ ഈ ഓപ്പണിൻ്റെ ഭാഗത്തൂടെ നമ്മൾ ഇതിനെ നൂത്തെടുക്കണം. അതുപോലെ നമ്മൾ നൂത്തെടുക്കണം. നൂത്തെടുത്തു കണ്ടല്ലോ. ഇനി നമ്മളൊന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് തേച്ചെടുക്കണം. തേച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നീട് ഒരുമിച്ച് തേച്ചുകൊണ്ടാൽ മതി. തേച്ചെടുത്താൽ കുറച്ചുകൂടി നല്ല ഫിനിഷിങ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ തേച്ചെടുത്തിട്ട് വരാം കേട്ടോ. വേണം ഈ വള്ളി നമ്മളിങ്ങനെ എടുത്തു, ചെറിയ വള്ളിയാണ്. ഇതാ നമ്മൾ ബോയ്ക്ക് വേണ്ടിയുള്ള തയ്ച്ച് നമ്മൾ നൂത്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇവിടെയാണ് തയ്യൽ വന്നിട്ടുള്ളത്. ഈ ഒരു ഹോൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ തയ്യലില്ല. അതുപോലെ ഈ സൈഡിലും തയ്യലില്ല, ഈ സൈഡിലും തയ്യലില്ല. 2 സൈഡിൽ മാത്രമേ തയ്യലുള്ളൂ. ഈ നടുക്കുള്ള തയ്യൽ ഉള്ളിൽ പോകും, അത് കാണാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് സൂചി നൂലുകൊണ്ട് മിഡിലിൽ നല്ല കറക്റ്റ് മിഡിലായിട്ട് ഇങ്ങനെ മിഡിൽ പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് മിഡിലെടുക്കണം കേട്ടോ. ഇത് മിഡിലാണിപ്പോൾ. ഈ മിഡിലെടുത്തിട്ട് നമ്മളിവിടെ നിന്ന് വീണ്ടും ഇത് ഇങ്ങനെ ഇട്ട്, നമുക്കറിയാമല്ലോ
ചുരുക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഇട്ടെടുക്കണം. എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് അല്ലാതെ ഇത് ഒരുമിച്ച് തയ്ക്കാൻ കട്ടിയായതുകൊണ്ട് മെഷീനിൽ വെച്ച് തയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അല്ലെങ്കിലും ഇങ്ങനെ തന്നെ തയ്ക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ വെച്ച് ഒരു കെട്ടി. ഇത് കട്ടിയായതുകൊണ്ടാണ്. കട്ടിയില്ലെങ്കിൽ നമുക്ക് മെഷീനിൽ തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ. ഒരു ഇറുക്കി ഒരു കെട്ട് കെടുത്തി തയ്ക്കുക. നമുക്കിന്നിവിടെ കെട്ടിട്ടെടുക്കാം. കെട്ടിട്ടെടുത്തിട്ട് നമ്മൾ ആ സൂചി എടുക്കണ്ട കേട്ടോ. ഈ സൂചി ഇവിടെ തന്നെ കിടന്നോട്ടെ. ഇതിൽ തന്നെ നമ്മൾ കൊരുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു ചുറ്റ് അടുത്ത് വീണ്ടും ഒരു ചുറ്റൂടെ എടുത്ത് ടൈറ്റാക്കിയിട്ട് ഒന്നിവിടെ കെട്ടണം. ഇവിടെ ഒരു കെട്ടിട്ട് എടുക്കുക. ഇനി സൂചിയെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ബോ റെഡിയാണ്. ബാക്കിൽ വെക്കാനുള്ള ബോ റെഡിയാണ്. കണ്ടോ, ഇതാണ് നമുക്ക് ബാക്കിൽ വെക്കേണ്ട ഉടുപ്പിൻ്റെ ബാക്കിൽ വെക്കുന്ന ബോയാണിത് കേട്ടോ. ഇത് നമ്മൾ നല്ലോണം തേച്ച് ഇതിൻ്റെ ഈ നല്ല കൂർപ്പിച്ച ഭാഗമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടാണ് തയ്ക്കാനുള്ളത്. ബോ തയ്ക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒരു പ്രസ് ബട്ടൺ കൊടുക്കണം, ഒരു സൈഡ് ഓപ്പൺ ആക്കും, ഒരു സൈഡ് നമ്മൾ ഫിറ്റ് ചെയ്യണം, ഒരു സൈഡ് പ്രസ് ബട്ടൺ കൊടുക്കണം. അപ്പോൾ നമ്മൾ പൂക്കിടാൻ നേരത്ത് ഇളക്കിയിട്ട് പ്രസ് ബട്ടൺ കൊടുത്താൽ മതി. ഇതാണ് ബോ എന്ന് പറഞ്ഞാൽ കേട്ടോ. കൊച്ചുങ്ങൾക്ക് ബോ തയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണാൻ പറ്റത്തില്ല. ഈ സൈഡ് കാണാൻ പറ്റത്തില്ല, ഈ സൈഡ് കാണാൻ പറ്റത്തില്ല. നടുക്കുള്ളത് ഈ കെട്ടിൻ്റെ ഉള്ളിൽ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൂടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ കൈ തയ്ച്ച് വെച്ചു, അതിൻ്റെ ബോയും തയ്ച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസ് തയ്ച്ചെടുക്കാം. ഫ്രണ്ട് പീസ് കണ്ടോ, ഇതിൽ നമ്മൾ ലൈനിങ് ഇട്ടിട്ട് ലൈനിങ് കൂടെ തയ്ച്ചെടുക്കുന്നു. നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഇതിൻ്റെ തുമ്പ് വെട്ടിവിടുക. ഞാൻ പറഞ്ഞിട്ടില്ലേ വളഞ്ഞ ഭാഗം വെട്ടിവിടണമെന്ന്, അങ്ങനെ നമ്മൾ വെട്ടിവിടുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടെടുത്ത് ഈ തയ്യൽ തുമ്പ് ലൈനിങ്ങിലോട്ട് വരത്തക്ക രീതിയിൽ വെച്ച് പിടിച്ച് അമർത്തി വെച്ച് ഈ ലൈനിങ്ങിൽ കൂടെ ഒരടി അടിക്കുക. അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിനെ ഇതാണ്ട, ഇത് മറിഞ്ഞാണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഇനി നമുക്ക് ഈ പീസ് കൂടെ അടിച്ചെടുക്കാം. ഈ എൻഡ് പീസ് നമ്മൾ അരയിഞ്ച് താഴ്ത്തി വെട്ടിയത് കൊണ്ട്, അരയിഞ്ച് നമ്മൾ ലൈനിങ് വെട്ടി കളഞ്ഞതുകൊണ്ട് അരയിഞ്ചിന് നീളം ലൈനിങ്ങിന് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പീസ് വെച്ച് അടിക്കുമ്പോൾ ലൈനിങ് ഉള്ളിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ലൈനിങ് പുറത്ത് കാണാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട് പീസ് റെഡി. കേട്ടോ, എന്ത് ഈസിയാണെന്ന് നോക്കിക്കേ. നിങ്ങൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതൊക്കെ തയ്പ്പിച്ചെടുക്കുമ്പോൾ 500 രൂപയൊക്കെ കൊടുക്കുന്ന ഒരു പാവടയും ബ്ലൗസിനൊക്കെ എന്ത് ഈസിയായിട്ട് തയ്ച്ചെടുക്കാൻ നോക്കിയാൽ. ഇനി നമ്മൾ ഈ ഷോൾഡറും ഈ 2 തുണിയും കൂടെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുത്ത് പതിഞ്ഞിരിക്കാൻ വേണ്ടി ഒരടി കൊടുക്കാൻ കേട്ടോ. പക്ഷെ അത് വൃത്തികേടാണ് തയ്യൽ കൊടുക്കുമ്പോൾ, അത് വൃത്തികേടാണ്. കുഞ്ഞു കുട്ടിയൊക്കെ വേണ്ട, നമ്മൾ തയ്ക്കണ്ട. വലിയവർക്കൊക്കെ ആകുമ്പോൾ നമ്മളൊരു തയ്യൽ കൊടുക്കും, പക്ഷേ കുട്ടിയൊക്കെ അത് വേണ്ട. ഇവിടെയും തയ്ച്ചെടുത്തു. ഇത് പതിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ മറ്റേ പീസ് വെച്ച് തയ്ക്കുമ്പോൾ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പിടിച്ചടിച്ച് എല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കണം. ലൈനിങ്ങും നമ്മളെ ഈ ബ്ലൗസ് പീസും കൂടെ ഒരുമിച്ച് വെച്ച് അടിച്ചെടുക്കണം. 2 പീസും കൂടെ ഒരുമിച്ച് അടിച്ചെടുക്കും. കണ്ടോ എന്ത് നല്ല ഭംഗിയായിട്ട് വന്നു കണ്ടോ. ഞാനതാണ് പറഞ്ഞത്, ഒരു 1/2 ഇഞ്ച് ലൈനിങ് പീസ് ചെറുതാക്കി അടിക്കുമ്പം ഈ പീസ് ഉള്ളിൽ പോകും. അപ്പോൾ നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല. കണ്ടോ, പുറത്ത് തേച്ചിടുമ്പോൾ നല്ല ഫിനിഷ് ആയിരിക്കും. തയ്യൽ തുമ്പും കാണത്തില്ല, തയ്യലും കാണത്തില്ല. അപ്പോൾ നല്ല ഫിനിഷാണ്. നമുക്ക് എളുപ്പ പണിയാണ് കേട്ടോ. നമുക്ക് വേറെ കൈത്തയ്യൽ വേണ്ട, ഇതിൻ്റെ മിഷൻ തയ്യൽ വേണ്ട. നല്ല ഫിനിഷായിട്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് പീസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത് നമുക്ക് ബാക്ക് പീസ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് അടിച്ചെടുക്കാം. ബാക്ക് പീസ് നമ്മളതുപോലെ കണ്ടോ, കഴുത്തിൻ്റെ ഭാഗം ആദ്യം അടിക്കുക. കഴുത്താണ് ഇത്. കഴുത്തിങ്ങനെ ആദ്യം വെച്ച് അടിക്കുക. കഴുത്തടിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വളഞ്ഞ ഭാഗം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, കട്ട് ചെയ്ത് വിടണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ വളഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു ഭംഗി തോന്നും. അതുകൊണ്ട് വളച്ചിടുക. പിന്നെ നമ്മൾ ഈ ലൈനിങ്ങും ഇതും കൂടെ ചേർത്ത് ഫ്രണ്ട് പീസ് അടിച്ചതുപോലെ നമുക്കിതും അടിച്ചെടുക്കാം. ഇവിടെ ഭാഗം
നമ്മൾ ഈ പീസ് അടിച്ചെടുത്തു. നമ്മളിതിനെ മറിച്ചിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ലൈനിങ്ങും ഇതുമായിട്ട്. അപ്പം നമ്മളിതിനെ ഈ പീസിൽ കൂടെ ചേർത്ത് വെച്ചടിക്കുന്നത്. കണ്ട, ഇതാണ് നമ്മൾ ബ്ലൗസ് പീസ്. അപ്പം നമ്മൾ ഇത് ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ ഇതുമായിട്ട് ചേർന്ന് വരണം. കഴുത്ത് ഈ ഭാഗത്ത് തന്നെ വരണം. നമ്മൾ ഇതിലൂടെ വെച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് അടിച്ചെടുക്കും. ഇതൊക്കെ തയ്യൽ തുമ്പ് വന്നാൽ ഇതിനകത്ത് ഉള്ളിൽ കിടന്നോളും കേട്ടോ. അത് നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തിരി ഫിനിഷിങ് കുറവായാലും ഉള്ളിൽ അങ്ങ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്ത് നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. ഇങ്ങനെ കിട്ടും, പുറത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മളിതിനെ മറിച്ചിട്ട് കണ്ടോ, കഴുത്ത് സൈഡും അടിച്ച് നമ്മളിപ്പോൾ ഇവിടെ അടിച്ച്. അപ്പോൾ നമുക്കിനി ഈ ഭാഗം കൂടെ അടിച്ചെടുക്കാം. ഈ ഭാഗം നമ്മൾ അടിച്ചെടുത്തു. ഇനി ഇതുപോലെ തന്നെ ഈ സൈഡ് അടിച്ചെടുക്കാം, ഈ ഷോൾഡർ കേട്ടോ. ഇത് നമ്മൾ ബാക്ക് പീസും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് ബാക്കിൽ നമ്മൾ പട്ട രണ്ടും കൂടെ ഒരേപോലെ ആണോ എന്ന് പിടിച്ച് നോക്കണം. ഈ രണ്ട് പീസും പിടിച്ച് നോക്കണം, ഇവിടുത്തെ പീസും പിടിച്ച് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ പീസും കൂടെ ഒരുമിച്ച് വെച്ച് നോക്കണം. എല്ലാം ഒരേപോലത്തെ നീളമാണെന്ന്, അല്ലെങ്കിൽ കൈ അടിക്കുമ്പോഴത്തേക്ക് ഒരു കൈ മുകളിലും ഒരു കൈ താഴെയായിട്ടായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം പിടിച്ച് കറക്റ്റായിട്ട് ഒന്നുകൂടെ നമ്മൾ വെട്ടിയത് തന്നെ എങ്കിലും നമ്മളൊന്നുകൂടെ ഫിനിഷ് ചെയ്ത് നോക്കുക, ഫിനിഷിങ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൈക്കുഴി ഒന്ന് അടിച്ചെടുക്കണം. രണ്ടും കൂടെ ഒരു പീസായിട്ട് ഒരുമിച്ച് വെച്ച് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ അടിച്ചെടുക്കണം. നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ പട്ട അടിച്ചു കൊടുക്കാം. ഏത് ബാക്കിലെ ഹൂക്ക് പട്ട. ഇത് നമ്മൾ ഹൂക്കായി വയ്ക്കാനുള്ളതാണ്. ഇല്ല, ഇത് ഹൂക്ക് വയ്ക്കാനുള്ളതാണ്. ഇനി ആയി വയ്ക്കാനുള്ള പട്ടയാണ് വലുത്. നമ്മളിവിടെ തയ്യൽ തുമ്പിൽ രണ്ട് സൈഡ് വേണം, കാരണം ഇത് നമ്മൾ മുകളിൽ കൂടെ അടിച്ചിട്ട് മറിച്ച് വെച്ച് അടിക്കാനുള്ളതാണ്. സിബാണെങ്കിൽ നമുക്ക് ഈ പട്ട വേണ്ട കേട്ടോ, ഇതിൽ കൂടെ തന്നെ വെച്ചടിക്കാം. നമ്മൾ അരേഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അത്രയും മതി. നമുക്കിനി ഇവിടെ നിന്ന് മടക്കി ഈ പീസ് ഒരു മടക്കൂടെ മടക്കി നമുക്കിങ്ങനെ ഇതിൻ്റെ ഈ എൻഡൂടെ ചേർത്ത് മടക്കി അടയ്ക്കാം. ഞാൻ നിങ്ങൾക്കിത് മുഴുവനായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് അടിച്ച് കളഞ്ഞിട്ട് കാണാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ആയാൽ പ്രശ്നമാണ്. നിങ്ങൾ മുഴുവനും കണ്ടാൽ അത്രയും നല്ലത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റാറുണ്ട്. ഇതേപോലെ നമ്മളിത് ഹൂക്ക് വയ്ക്കാനാണ്. ഹൂക്ക് വയ്ക്കുന്നത് ഈ ഭാഗത്ത്. ഇനി നമ്മൾ ഹൂക്കിൻ്റെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ കാര്യം കൂടെ നോക്കണം. ഇവിടുത്തെ രണ്ട് കഴുത്തും ഈക്വൽ ആണോ എന്ന് നോക്കണം. കണ്ടോ, ഇത് നമ്മളിവിടെ തയ്യൽ തുമ്പോഴടിക്കുമ്പോൾ ഈക്വലാണ്. ഈ ഈക്വൽ ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഒരു കഴുത്ത് ചരിഞ്ഞിരിക്കും നമ്മൾ ഇടുമ്പോൾ കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടും നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും ചിലപ്പോൾ അരയിഞ്ചൊക്കെ കയറി വരും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ അത് പ്രശ്നമാകും. അപ്പോൾ തയ്ച്ചിട്ട് ഒന്നുകൂടെ ഒത്തു നോക്കുക. രണ്ട് ഈക്വൽ ആണെങ്കിൽ പ്രശ്നമില്ല. നമുക്കിനി ഈ പട്ടയിൽ ഐ അടിക്കുന്നതാണ്. ഐ നമുക്ക് വേണമെങ്കിൽ കെട്ടി ഐ അടിക്കാം, അല്ലാതെ ഐയുടെ നമുക്ക് റെഡിമെയ്ഡ് ഐ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റിയ ഹൂക്കിൻ്റെ ഐ മാത്രം കിട്ടുന്നുണ്ട്, അത് വയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് തുണിയിൽ അടിച്ചെടുക്കാം. നമുക്കിതിപ്പോൾ തുണിയിൽ അടിച്ചെടുക്കാൻ നമ്മൾ ഉണ്ടാവും പുറത്തോട്ടാണ് അടിക്കുന്നത്. ഇത് പുറവശമാണ്. ഇത് ഈ പട്ട വെച്ചിട്ട് ഇങ്ങോട്ടാണ് മറിച്ചടിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു മടക്ക് മടക്കിയതിന് ശേഷം ദേ ഇത്രയും ഇങ്ങനെയാണ് ഐ അടിക്കുന്നത് കണ്ടോ. ഇത് നമ്മൾ അഡീഷണൽ വെച്ച് അടിച്ചിട്ടുള്ള പീസാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഐയുടെ ഹോൾ ഇതിൽ കൊടുത്ത് അടിക്കാം. അപ്പോൾ നമ്മൾ കൈജോലി കുറയും. ഐയുടെ ഹോൾ അടിച്ച് വരുമ്പോൾ കൈജോലി കുറയും. ഇതിനകത്ത് തന്നെ കൊടുക്കാം. പക്ഷേ ബാക്ക് ഓപ്പൺ ബ്ലൗസ് എപ്പോഴും അടിക്കുമ്പോൾ ഹൂക്കിന് ഒരുപാട് അകലം ഇടരുത്. ചെറിയ അകലം ഇട്ട് 2 ഇഞ്ച് അകലം ഇട്ടൊക്കെ നമ്മൾ ഹൂക്ക് അടിക്കാം. അല്ലെങ്കിൽ ഹൂക്ക് പെട്ടെന്ന് ഓപ്പൺ ആയിപ്പോവും. ഇത്രയും നമുക്കിനി ഇതിൻ്റെ കുറച്ച് തയ്യൽ തുമ്പ് ചെയ്യാം. പക്ഷെ മടക്കി വയ്ക്കാനുള്ള ഇട്ടയക്കണം, അല്ലെങ്കിൽ നമുക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുപിടിക്കുമ്പോൾ തന്നെ എനിക്ക് ലൈക്ക് ചെയ്യണം.
ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതൊന്നും ഞാൻ കാണുന്നില്ല. നല്ല മനസ്സാണെങ്കിൽ നിങ്ങൾ ചെയ്യാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിടിച്ചു വാങ്ങാനൊന്നും പറ്റത്തില്ല. വേണ്ട, നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തൂടെ ഒരടി. അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ അടിച്ചെടുത്തിട്ടാണ് വേണ്ട. ഇത് ഹൂക്ക് ഹോളാണ്, നമുക്കിത് എളുപ്പമാണ്. അപ്പം നമുക്ക് കൈ ജോലിയില്ല. ഹൂക്ക് ഹോൾ അടിച്ചിട്ട് ഇവിടെ കൂടെ ഒരടി അടിക്കുക. ഇവിടെ അടിച്ചു കളയില്ലെങ്കിൽ അടഞ്ഞു പോകും. ഇത് നമ്മൾ ഹൂക്ക് ഇടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈസി പണിയിൽ ഹൂക്ക് ഹോൾ അടിച്ച് കഴിയും. അപ്പം നമുക്ക് ഇനി വേണ്ടെന്നറിയാമോ, നമ്മളിവിടെ കൈ റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ, ഈ പ്രില്ല് നമുക്ക് ഇത് വെച്ചൊന്ന് അടിക്കാം. ഇത് നമുക്ക് വെച്ചടിക്കാം. ഇത് നമുക്ക് ആദ്യം നോക്കാം ഇതിൻ്റെ അളവ് കറക്റ്റാണോ എന്ന്, അല്ലേ? ഇത് കറക്റ്റാണ്. വേണ്ട, ഇതിൽ നമുക്ക് ഇങ്ങനെ വെച്ചടിക്കാം. നിങ്ങൾക്ക് ഇതിനെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കൈയോടെ അടിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊണ്ടുവരാം. നമ്മളിത് ലോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇതിൽ കൂടെ ഒരു പതിച്ചെഴുതി കൊടുക്കാം. അതായത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് ചേർത്ത് വെച്ചിട്ട് ഈ സൈഡിലോട്ട് ചേർത്ത് വെച്ചാൽ പതിച്ചടിക്കുക കേട്ടോ. ഇപ്പുറത്തോട്ടാണ്. ഇപ്പുറത്ത് അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നല്ല പതിഞ്ഞിരിക്കും ഇങ്ങനെ കേട്ടോ. അതുപോലെ നമുക്ക് ഇപ്പുറത്ത് അടിച്ചെടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഷോൾഡറൊക്കെ കണ്ടോ? കുഞ്ഞു ഷോൾഡർ മതി, കൊച്ചു കുട്ടിയല്ലേ. ഷോൾഡറൊക്കെ വലുതാക്കിയിട്ട് കാണാൻ ഭംഗിയാണത്തില്ല കേട്ടോ. ഇത് മതി. ഇനി ഇതിൻ്റെ സൈഡ് അടിച്ചെടുക്കാം. സൈഡ് അത് അടിക്കാൻ അറിയാമല്ലോ. ഈ രണ്ട് സൈഡും കൂടെ ഓപ്പൺ ഒന്നും വേണ്ട, ഫുള്ളങ്ങനെ അടിച്ചെടുക്കുക. പിന്നെ 2 ഡാട്ട് കൊടുക്കുക. ബാക്കിൽ മാത്രം, ഫ്രണ്ടിൽ വേണ്ട, ബാക്കിൽ മാത്രം. അത്രയും ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ അടിച്ച് ഞാൻ ലോക്കൊക്കെ ചെയ്ത് 2 ഡാട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഡാട്ട് വെളിയിൽ കൂടെ എടുത്താൽ മതി. അപ്പം നമുക്ക് ആവശ്യമാണെങ്കിൽ പൊളിച്ചിടാം കേട്ടോ. ഡാട്ടൊക്കെ എടുത്ത് എന്ത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് നോക്കിക്കേ. ഇതിൻ്റെ ഇനി കൂക്ക് കെട്ടാനുണ്ട്. അത് എൻ്റെ കടയിൽ പോയിട്ട് ഷോപ്പിൽ നാളെ കുട്ടി അവിടെ സ്റ്റാഫുണ്ട്, അവർ കൈത്തലിട്ടോളും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിനെയും കൂടെ ഞാനൊന്ന് തേച്ചിട്ട് വരാം. ഈ ബോയ് ഞാൻ തേച്ചെടുത്തിട്ട് ഇടയ്ക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ബോയ് നമ്മളിപ്പോൾ ഒരു സൈഡ് മെഷീൻ ഇവിടെ തയ്ച്ച് വയ്ക്കാം, ഒരു സൈഡ് നമുക്ക് കൈത്തലിട്ട് തയ്ച്ച് പിടിപ്പിക്കാം. 2 സൈഡും കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് താഴ്ത്തി ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ കൈത്തലിട്ട് വയ്ക്കുന്നുണ്ട്. ഈ എൻഡിലാണ് ഒറ്റ ഇവിടെ ഒരു സൈഡ്. ഇന്ന് സൺഡേ ആണ്, എനിക്ക് അവധിയാണ് കേട്ടോ. എനിക്ക് അവധിയൊന്നുമില്ല, സൺഡേ ആണ് എനിക്ക് കൂടുതലും പണി ചെയ്യുന്നത് കേട്ടോ. നമ്മളിങ്ങനെയാണ് തയ്ച്ച് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ എന്ന് വെച്ചാൽ നമുക്ക് ബ്ലൗസ് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ തയ്ച്ച് വയ്ക്കുകയല്ല ചെയ്യുന്നത്, ഒരു പ്രസ് ബട്ടൺ ഘടിപ്പിച്ച് കൊടുക്കും. ഒരു പ്രസ് ബട്ടൺ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ കറക്റ്റ് അളവിന് ഈ ഹൂക്ക് ഇട്ടതിന് ശേഷം, അല്ലെങ്കിൽ നീങ്ങിപ്പോവും, ഹൂക്ക് ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഒരു പ്രസ് ബട്ടൺ ഇവിടെ വെച്ചിട്ട് വിട്ടെടുക്കണം. അപ്പം നമുക്കിപ്പോൾ തൽക്കാലം ആ പ്രസ് ബട്ടണിന് പകരം ഞാനൊരു പിന്ന് കൊടുത്ത് ഇത് വയ്ക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് മൊത്തത്തിൽ പാവാടയും ബ്ലൗസൊക്കെ കാണിക്കാനായിട്ട് ഇവിടെ ഒരു പ്രസ് ബട്ടൺ കൊടുക്കും. പ്രസ് ബട്ടൺ കൊടുത്ത് അപ്പം നമുക്കിങ്ങനെ തുറന്നെടുക്കാൻ പറ്റും. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് അടയ്ക്കാൻ നമുക്ക് ഹൂക്ക് ഇട്ടതിന് ശേഷം വയ്ക്കാൻ പറ്റും. ഇത് നല്ല ഭംഗിയുള്ള ഉടുപ്പം നോക്കിക്കേ. നമുക്കിവിടെയും നമ്മൾ ഒരു ഹൂക്ക് വയ്ക്കാത്തത് കൊണ്ട് ഞാനൊരു പിന്ന് കൊടുക്കുവാണ്. കാരണം ഇതിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഭംഗി ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു പിന്ന് കൊടുക്കുവാണ്. ഇവിടെ ഞാനൊരു പിന്ന് കൊടുത്തു. പിന്നിന് പണയില്ല, ഒരു പിന്ന് കൊടുത്തു. അപ്പം നമ്മൾ കണ്ട ബ്ലൗസ് റെഡി. നല്ല ബ്ലൗസായില്ലേ? എന്ത് ഭംഗിയുള്ള ബ്ലൗസ് നോക്കിക്കേ. വേണ്ട കണ്ടോ, നല്ല ഭംഗിയുള്ള ബ്ലൗസ് കാണാമോ? വേണ്ട, നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസാണ്. നല്ല കാണാൻ കുട്ടിയൊക്കെ കേട്ടാൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാമോ? ഇതിൻ്റെ കൂടെ നമുക്ക് പാവാടയും കൂടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാം.
എടുത്ത പാവാടയാണ് കണ്ടോ, എന്ത് ഭംഗിയാണ്. നല്ല പ്ലീറ്റ് അല്ലേ, നല്ല ഒരു ട്രഡീഷണൽ ഡ്രസ്സാണിത്. നല്ല ഭംഗിയുണ്ട് കണ്ടോ, നല്ല ബോർഡറൊക്കെയുള്ള നല്ല പ്ലീറ്റും നല്ല ഫ്ലെയറൊക്കെ ഉള്ളൊരു പാവാടയാണ്. ഇതിൻ്റെ ഹൂക്കൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഹൂക്കൊക്കെ നാളെ കടയിൽ പോയിട്ട്. ഇതിൻ്റെ പാവാടയും ഈ ബ്ലൗസുമാണ്. ഈ പാവാട ഇതിൻ്റെ ഫ്രണ്ടാണിത്, ഇത് ഫ്രണ്ടാണ്. ഇത് വന്ന് ബാക്കാണ്. ബാക്ക് കണ്ടോ, ഒരു ബോയും ഇതുമായിട്ടൊക്കെ. ഇനി വേണമെങ്കിൽ നമുക്കിതിലൊരു മുത്തോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് വെച്ച് കൊടുക്കാം. ഒരു ഗോൾഡിൻ്റെ 2 മുത്തൊക്കെ പിടിച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. മുത്തൊന്നും പിടിപ്പിക്കാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല. തൽക്കാലം അതൊക്കെ നിങ്ങൾ തന്നെ പിടിപ്പിച്ചോളാം. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പിടിപ്പിച്ചോളാം കേട്ടോ. ശരി എന്നാൽ ഓക്കെ, ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ഉടനെ വരും.